ഹായ്, വെൽക്കം ടു ഒക്യുഹിൽ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് എനർജി ലഭിക്കുന്ന 4 വഴികളെ കുറിച്ചാണ്. നമ്മുടെ ശരീരത്തിൽ ആരോഗ്യം അതിന്റെ കൃത്യമായ രീതിയിൽ നിലകൊള്ളണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കുന്ന എനർജിയും അതിന്റെ പ്രവാഹവും കൃത്യമായ രീതിയിൽ ആവേണ്ടതുണ്ട്. ഈ എനർജി പാതകളിൽ അല്ലെങ്കിൽ ഈ എനർജി ലഭിക്കുന്ന വഴികളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുകയും നമ്മൾ രോഗിയായി മാറാനും സാധ്യതയുണ്ട്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഈ 4 വഴികൾ കൃത്യമായാൽ മാത്രമേ നമ്മുടെ ആരോഗ്യം അതിന്റെ കൃത്യമായ രീതിയിൽ നിലകൊള്ളുകയുള്ളൂ. നമ്മുടെ ശരീരത്തിലേക്ക് എനർജി ലഭിക്കുന്ന ഒന്നാമത്തെ വഴിയാണ് ഭക്ഷണം. ഭക്ഷണം അതിന്റെ കൃത്യമായ രീതിയിൽ കഴിക്കുമ്പോൾ അതിൽ നിന്നും കടഞ്ഞെടുത്ത രസം അത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡായി മാറുകയും ബ്ലഡ് മാംസമായും മാംസം മജ്ജയായും മജ്ജ ബ്രെയിനായും ബ്രെയിന് സ്പേമായും ഇങ്ങനെ ഒരു പരിവർത്തന രീതിയിലാണ് നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട എനർജിയെ ഉൽപ്പാദിപ്പിക്കുന്നത്. വിശപ്പിലൂടെയാണ് നമ്മുടെ ശരീരം അതിന് വേണ്ട എനർജി ആവശ്യമുണ്ട് എന്ന് അറിയിക്കുന്നതും ആ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിലൂടെ ഇതിനെ പെട്ടെന്ന് പ്രവർത്തിപ്പിച്ചുകൊണ്ട് ശരീരത്തിലേക്ക് വേണ്ട ഊർജങ്ങളായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പകുതിയെങ്കിലും പച്ചക്കുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. ജീവസുറ്റ ഭക്ഷണങ്ങളിലാണ് കൂടുതൽ എനർജി ഉൾക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പകുതിയെങ്കിലും പച്ചക്കുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുകയും പകുതി വേവിച്ച ഭക്ഷണങ്ങളും കഴിക്കുന്ന രീതിയിൽ അതിനെ ക്രമപ്പെടുത്തുകയും ചെയ്താൽ ഭക്ഷണത്തിലൂടെ കിട്ടുന്ന എനർജി വളരെ കൃത്യമായി ലഭിക്കുകയും വിശക്കുമ്പോൾ കഴിക്കുന്നതിലൂടെ അത് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട് അത് നമ്മുടെ ശരീരത്തിന് വേണ്ട എനർജിയാക്കി മാറ്റപ്പെടുകയും ചെയ്യപ്പെടുന്നു. വേറെ ശരീരത്തിലേക്ക് എനർജി ലഭിക്കുന്ന വഴിയാണ് നമ്മൾ കുടിക്കുന്ന വെള്ളം. ശുദ്ധമായ പച്ചവെള്ളമാണ് ശരീരത്തിന് ഏറ്റവും അനുകൂലമായത്. പച്ചവെള്ളം കുടിക്കുമ്പോഴാണ് നമ്മുടെ ദാഹം ശമിക്കുന്നതും അങ്ങനെ നമ്മുടെ കിഡ്നിക്കും മൂത്രാശയത്തിനും വേണ്ട ഊർജം ഉൽപ്പാദിപ്പിക്കുകയും നമ്മുടെ ശരീരത്തിലെ എല്ല്, പല്ല്, നഖം, മുടി, ഊര, നട്ടെല്ല്, തൊണ്ട, ഗർഭാശയം, മൂത്രാശയം ഇവയ്ക്കൊക്കെ വേണ്ട എനർജി വെള്ളത്തിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. വാട്ടർ എലമെന്റ് ശരീരത്തിൽ കൃത്യമായി നിലനിൽക്കുമ്പോൾ നമ്മുടെ അവയവങ്ങളും കൃത്യമായി പ്രവർത്തിക്കപ്പെടുന്നു. മൂന്നാമതായി നമ്മുടെ ശരീരത്തിലേക്ക് എനർജി ലഭിക്കുന്ന ഒരു വഴിയാണ് വായു. ശുദ്ധമായ വായു. നമ്മൾ ശ്വസിക്കുന്ന വായുവിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് അതിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജത്തിലും വ്യത്യാസം കാണാം. നമ്മൾ കാട്ടുപ്രദേശത്തൊക്കെ ജീവിക്കുന്ന ആളാണ് അല്ലെങ്കിൽ കൂടുതൽ പ്രകൃതിയോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്ന എയറിന്റെ ക്വാളിറ്റിയിലും വ്യത്യാസം ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ വനമേഖലയിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരു പ്രത്യേക എനർജി ഫീൽ ചെയ്യാറുണ്ട്. അത് കാരണം അവിടെ നല്ല ശുദ്ധമായ വായു കിട്ടുന്നത് കൊണ്ടാണ്. എങ്ങനെയാണെങ്കിലും നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ നിന്ന് നമ്മുടെ ലങ്സിനും അതേപോലെ വൻകുടലിനും വേണ്ട എനർജി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും നമ്മുടെ ത്വക്കിനെ സംരക്ഷിക്കുകയും എയർ എലിമെന്റ് കൃത്യമായി ശരീരത്തിൽ നിലനിൽക്കാൻ കാരണമായി തീരുകയും ചെയ്യുന്നുണ്ട്. നാലാമതായി നമ്മുടെ ശരീരത്തിലേക്ക് എനർജി ലഭിക്കുന്ന വഴിയാണ് അക്യുപഞ്ചർ ബിന്ദുക്കളിലൂടെ. ഇത് മറ്റു ചികിത്സാ ശാസ്ത്രങ്ങളിലൊന്നും പ്രതിപാദിക്കാത്ത ഒരു രീതിയാണ് അക്യുപഞ്ചറിൽ പ്രതിപാദിക്കുന്നത്. നമ്മുടെ ശരീരത്തിന്റെ അടിസ്ഥാനം ജീവനാണെന്നും ജീവന്റെ പ്രവർത്തനം കാരണമായിട്ടാണ് ശരീരം നിലനിൽക്കുന്നത് എന്നുമാണ് ശരീരത്തിന്റെ അടിസ്ഥാന ആരോഗ്യത്തിന്റെ രഹസ്യം. ജീവയോട്ടം ശരീരത്തിൽ വളരെ കൃത്യമാണെങ്കിൽ അയാളുടെ ആരോഗ്യത്തിൽ കോട്ടങ്ങളൊന്നും ഉണ്ടാവില്ല. ജീവശക്തിയുടെ ഏറ്റക്കുറച്ചിലാണ് ശരീരത്തിലെ ആന്തരിക അവയവങ്ങളിൽ വരുന്ന ബുദ്ധിമുട്ടുകളുടെയും ബാഹ്യ അവയവങ്ങളിൽ വരുന്ന ബുദ്ധിമുട്ടുകളുടെയും പ്രധാന കാരണം. ജീവന്റെ പ്രവർത്തന രീതി, ജീവന്റെ ജീവയോട്ടപാതകൾ ശക്തിയുറ്റതാണെങ്കിൽ ആ ശരീരത്തിൽ വേണ്ട ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവും. അങ്ങനെ ഏതൊരു രോഗത്തെയും ആ ശരീരത്തിന് അതിജീവിച്ചുകൊണ്ട് ഏതൊരു ബുദ്ധിമുട്ടും പ്രയാസവും ആ ശരീരത്തിൽ വരുമ്പോൾ അതിനെയൊക്കെ അതിജീവിക്കാൻ വേണ്ട ഇമ്മ്യൂണിറ്റി പവർ പ്രകൃതിയാൽ തന്നെ ശരീരത്തിൽ നിക്ഷിപ്തമാണ്. ഈ ജീവയോട്ടപാതകളിൽ വരുന്ന ബ്ലോക്കുകളാണ് നമ്മുടെ ആരോഗ്യം ശോഷിക്കാനും രോഗങ്ങളായി മാറാനും സാധ്യതയുള്ളത്. അപ്പോൾ ജീവയോട്ടപാതകളിൽ വരുന്ന ബിന്ദുക്കളെയാണ് അക്യുപഞ്ചർ ബിന്ദുക്കളെന്നും ഇത് പ്രപഞ്ചത്തോടും ഇന്റേണൽ ഓർഗൻസിനോടും കണക്ട് ചെയ്ത് നിൽക്കുന്ന ബിന്ദുക്കളാണെന്നും പ്രപഞ്ചത്തിൽ നിന്നും എനർജിയെ നമ്മുടെ ശരീരത്തിലേക്കും ഇന്റേണൽ ഓർഗൻസിലേക്കും അക്യുമുലേറ്റ് ചെയ്യുകയും നമ്മുടെ ശരീരത്തിൽ വരുന്ന മാലിന്യങ്ങളെ പുറന്തള്ളാനും ഈ ഒരു എനർജി സഹായിക്കുന്നുണ്ടെന്നും ഇതിന്റെ ശക്തമായ പ്രവൃത്തി കൊണ്ടാണ് ശരീരത്തിൽ ആരോഗ്യം നിലനിൽക്കുന്നതെന്നും നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത ഈ ജീവന്റെ അപാരമായ കഴിവിലാണ് ശരീരം നിലകൊള്ളുന്നതെന്നും ജീവിതത്തിന്റെ നിഗൂഢ ശാസ്ത്രങ്ങൾ അറിയാവുന്ന എല്ലാ ആളുകളും വിശ്വസിക്കുന്നതും അവരുടെ അനുഭവങ്ങളിൽ ഉള്ളതുമായ ഒരു കാര്യമാണ്. അക്യുപഞ്ചർ ബിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ആയിരങ്ങൾ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ചികിത്സാ രീതിയായി പരിഗണിക്കാവുന്നതും ഇതിൽ ഒരുപാട് പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തിക്കൊണ്ട് തന്നെ 6000 അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർഷം ഇവിടെ നിലനിൽക്കുന്നതുമായ ഒരു ചികിത്സാ രീതിയാണ് അക്യുപഞ്ചർ. ഇന്ന് നമ്മൾ കാണുന്ന ഈ മരുന്നുകളോ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ മരുന്നു ചികിത്സകളോ അല്ലെങ്കിൽ ഇതിനൊക്കെ എത്രയോ വർഷങ്ങൾ മുമ്പ് ആരോഗ്യത്തെ സംരക്ഷിച്ചിരുന്നതും
പ്രത്യേകിച്ച് ചൈന, മറ്റു രാജ്യങ്ങളിലൊക്കെ ഇതിന്റെ ഗവേഷണങ്ങൾ പൂർത്തീകരിച്ച് ഈ ചികിത്സാ രീതിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരുന്നു അവർ അവരുടെ ആരോഗ്യത്തെ നിലനിർത്തിയിരുന്നത്. അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, അത് ഇപ്പോഴും തുടർന്നു പോരുന്നു. അക്യുപഞ്ചർ ചികിത്സയിലൂടെ നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്താൻ അത് സഹായിക്കുന്നുണ്ടെന്നും ഏത് രോഗങ്ങളിൽ നിന്നും നമുക്ക് ശമനം ലഭിക്കാൻ ഈ ബിന്ദുക്കളെ ഉത്തേജിപ്പിക്കുന്ന വഴി നമ്മുടെ ശരീരത്തിന് ഗുണങ്ങൾ കിട്ടുന്നുണ്ടെന്നും തെളിയിക്കപ്പെട്ടതാണ്. അപ്പോൾ ഇന്റേണൽ ഓർഗനിനോടും പ്രപഞ്ചത്തോടും കണക്ട് ചെയ്തു നിൽക്കുന്ന ഈ ജീവയോട്ടപാതകൾ, ഈ ബിന്ദുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് മൂലം നമുക്ക് എനർജി ലഭിക്കുന്നുണ്ട്. ഈ ജീവയോട്ടപാതകളിൽ വരുന്ന ബ്ലോക്കുകളാണ് രോഗത്തിന്റെ അടിസ്ഥാനം. കാരണം മറ്റു ശാസ്ത്രങ്ങൾ പ്രതിപാദിക്കുന്നത് കെമിക്കൽ ചേഞ്ചിനെയോ ശരീരത്തിൽ വരുന്ന കെമിക്കൽ ചേഞ്ചുകളെ കുറിച്ചാണ്. പക്ഷെ ഇതൊക്കെ അതിനൊക്കെ മുമ്പ് ശരീരത്തിൽ വരുന്നത് എനർജി ചേഞ്ച് ആണ്. എനർജിയിൽ വ്യത്യാസം വരുമ്പോഴാണ് അത് ബാഹ്യ അവയവങ്ങളിലും പ്രതിഫലിക്കുന്നത്. അപ്പോൾ ഇതിന്റെയൊക്കെ മൂലകാരണം എന്ന് പറയുന്നത് എനർജി ചേഞ്ച് ആണ്. ഇങ്ങനെ അക്യുപഞ്ചറിലൂടെ കണ്ടുപിടിക്കുന്നത് എന്താണ് അതിന്റെ എനർജി ചേഞ്ചിന്റെ മൂലകാരണം, ഏത് എനർജിയാണ് ശരീരത്തിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നിട്ടുള്ളത്. പഞ്ചഭൂതങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ ഡയഗ്നോസിസ് നടക്കുന്നത്. അതായത് എർത്ത്, എയർ, വാട്ടർ, വുഡ്, ഫയർ, ഇങ്ങനെ 5 മൂലകങ്ങൾ, 5 എലമെന്റ് ആ ശരീരത്തിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നിട്ടുണ്ടോ എന്ന് നാഡീ പരിശോധനയിലൂടെയോ കണ്ടറിഞ്ഞോ കേട്ടറിഞ്ഞോ ഒരു രോഗിയിൽ നിന്നും മനസ്സിലാക്കി അതുമായി പ്രപഞ്ചത്തോട് കണക്ട് ചെയ്യുന്ന ബിന്ദുക്കളെ ഉത്തേജിപ്പിക്കുന്നതിലൂടെ ഏത് രോഗത്തിനും നിഷ്പ്രയാസം ശമനം കിട്ടുന്നത് അക്യുപഞ്ചറിലൂടെ ആയിരക്കണക്കിന് വർഷങ്ങളായി തെളിയിക്കപ്പെട്ടതും ഇപ്പോഴും അതിൽ നിന്ന് രോഗമുക്തി ലഭിക്കുന്ന ആളുകളുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതുമാണ്.